വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 5, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ആദ്യത്തെ ശിഷ്യന്മാർ. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവനു ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗെനേസറത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെ പറ്റി ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവന്റെ പങ്കുകാരായ സെബദി പുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിനു ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. മത്സ്യബന്ധനത്തിൽ നിന്ന് മനുഷ്യബന്ധത്തിലേക്ക്. ബഹുമുഖ സന്ദേശത്തോടു കൂടിയ ഒന്നാണ് ഇന്നത്തെ സുവിശേഷം. യേശു ഗനാസറത്ത് കടൽ തീരത്ത് ആയിരുന്നു. അപ്പോൾ യേശുവും ശിഷ്യന്മാരും കടൽ തീരത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചുറ്റുപാടുകളിൽ നിന്ന് ധാരാളം ആളുകൾ കടൽ തീരത്ത് ഓടിക്കൂടി. കടൽ തീരം ജനനിബിഡമായി കണ്ടപ്പോൾ യേശു അവിടെ കടലിൽ ഉണ്ടായിരുന്ന 2 വള്ളങ്ങളിൽ ഒന്നിൽ കയറി നിൽപ്പായി. അത് ശിമയോൻ പത്രോസിന്റെ വള്ളമായിരുന്നു എന്ന് സുവിശേഷകനായ ലൂക്ക നമ്മോടായി പറഞ്ഞു തരുന്നു. ജനങ്ങളോട് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ സംസാരിക്കാൻ, കൂടുതൽ അനായാസമായി സംസാരിക്കാൻ അത് വഴി ഒരുക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം യേശു വള്ളത്തിൽ കയറി നിന്ന് ജനങ്ങളോടായിട്ട് സംസാരിച്ചു. ജനങ്ങളോടായിട്ടുള്ള അന്നത്തെ പ്രബോധനം കഴിഞ്ഞ് വള്ളത്തിൽ തന്നോട് കൂടി ഉണ്ടായിരുന്ന ശിഷ്യന്മാരോടായിട്ട് യേശു പറഞ്ഞു, വള്ളം ആഴക്കടലിലേക്ക് നീക്കാൻ. അത് തീരുമാനിച്ച് ഉറപ്പിച്ച ഒരു നിശ്ചയത്തിന്റെ ആവിഷ്കാരമായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. യേശു പലതും മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞത് എന്നാണ് പിന്നീടുള്ള സംഭവത്തിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നത്. യേശുവിന്റെ നിർദ്ദേശമനുസരിച്ച് വള്ളം ആഴക്കടലിലേക്ക് നീങ്ങി. ആഴക്കടലിൽ വള്ളം എത്തിയപ്പോ യേശു വള്ളത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, എന്താ നിങ്ങൾ വലയിടുന്നില്ലേ? ശിഷ്യന്മാരുടെ വക്താവും വള്ളത്തിന്റെ ഉടമസ്ഥനും എന്ന നിലയിൽ ശിമയോൻ പത്രോസാണ് അതിന് ഉത്തരം പറഞ്ഞത്. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഈ തലേ രാത്രി മുഴുവൻ ഞങ്ങൾ ഈ കടലിൽ തന്നെ ഈ വള്ളം ഉപയോഗിച്ച് ഈ വലയും ഉപയോഗിച്ചുകൊണ്ട് അരിച്ചു പെറുക്കുകയായിരുന്നു. ഒരു ചെറു മത്സ്യം പോലും ഞങ്ങൾക്ക് പിടിക്കാനായില്ല. തുടർന്ന് പത്രോസ് പറയുന്നു, ഗുരു, അങ്ങ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വലയിടാം. അങ്ങയെ ധിക്കരിക്കാൻ എന്റെ മനസ്സ് തയ്യാറല്ലാത്തതുകൊണ്ട് അങ്ങയുടെ വാക്കനുസരിച്ച് ഞാൻ വലയിടാം. വലയിട്ടു.
സത്യത്തിൽ പറഞ്ഞാൽ ശിമയോൻ പത്രോസിന്റെയും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരുടെയും ജീവിതത്തിൽ മറക്കാൻ ആവാത്ത ഒരു അനുഭവമായി തീർന്നു ആ വലയിടൽ. ആ വലയിൽ കുടുങ്ങിയ മത്സ്യങ്ങളുടെ ആധിക്യം കണ്ട് എല്ലാവരും വിസ്മയഭരിതരായി എന്നാണ് സുവിശേഷകൻ നമ്മോടായിട്ട് പറയുന്നത്. ഈ വിസ്മയത്തിന്റെ അനുഭവത്തിൽ നിന്ന് സ്വന്തം ശൂന്യതാബോധത്തിലേക്ക് പത്രോസ് കടന്നു വരുന്നതായിട്ടാണ് പിന്നീട് നാം മനസ്സിലാക്കുന്നത്. സ്വയമായിട്ടുള്ള നിസ്സാരതയിലേക്ക് പത്രോസ് കടന്നു വന്നുകൊണ്ട് തന്റെ എടുത്തുചാട്ടവും തന്റെ ഒരു തരത്തിലുള്ള മണ്ടത്തരങ്ങളെയും പറ്റിയൊക്കെ ചിന്ത വന്നുകൊണ്ട് പത്രോസ് എല്ലാം മറന്നുകൊണ്ട് യേശുവിനോടായിട്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് നീ അകന്നു പോകണം. യേശുവിന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല പത്രോസ് അങ്ങനെ പറഞ്ഞത്. യേശുവിന്റെ സാന്നിധ്യത്തിൽ കഴിയാനുള്ള യോഗ്യത തനിക്കില്ല എന്ന അവബോധത്തിലേക്കാണ് ഈ അത്ഭുതകരമായിട്ടുള്ള മീൻപിടുത്തം പത്രോസിനെ കൊണ്ട് ചെന്നെത്തിച്ചത്. പത്രോസിന്റെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്ഥിതി കണ്ട് അനുഭവിച്ച് വളരെ മതിപ്പോടുകൂടെ ആയിരിക്കണം യേശു പത്രോസിനോടായിട്ട് പറയുന്നു, പത്രോസേ, നീ ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനായി തീരും. മത്സ്യബന്ധനം തൊഴിലാണ് നിന്റെ, അതിനു പകരം മനുഷ്യരെ പിടിക്കുന്നവനാക്കും ഞാൻ നിന്നെ. പത്രോസിന് അത് എന്തുമാത്രം മനസ്സിലായി കാണും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പത്രോസിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ ഉദാത്തവും ആകർഷീയമായ വ്യക്തിത്വത്തിന്റെ മുമ്പാകെ പൂർണമായ രീതിയിൽ പത്രോസ് സമർപ്പണം ചെയ്യുന്നതിന്റെ പ്രതീകമെന്ന നിലയിലെ പത്രോസും കൂട്ടുകാരും അവർക്ക് ലഭ്യമായ എല്ലാ വിഭവങ്ങളും അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവർ യേശുവിന്റെ പുറകെ പോയി എന്നാണ് സുവിശേഷകൻ നമ്മോടായിട്ട് പറയുന്നത്. ഈ യേശു തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ സമർപ്പണ വിഷയവും. ഈ ആകർഷണീയമായ വ്യക്തിയായിരിക്കണം, ഈ ഉദാത്തമായിട്ടുള്ള ആദൃശ്യരൂപമായിരിക്കട്ടെ നമ്മുടെയും ജീവിത സമർപ്പണത്തിന്റെ ലക്ഷ്യം.